ആൾക്കൂട്ടത്തിന്റെ ആരവത്തിൽ തിരക്കുകളിൽ നിന്നകന്ന് ഒഴിഞ്ഞ ഒരു കോണിൽ ഒരാളിരിക്കുന്നു. ആരും അയാളെ ശ്രദ്ധിക്കുന്നില്ല. ഒരു വാക്ക് പോലും മിണ്ടുന്നില്ല. ബന്ധുക്കളും വിരുന്നുകാരും അയാളെ കണ്ട ഭാവം പോലും നടിക്കുന്നില്ല. അനന്തതയിലേക്ക് കണ്ണും നട്ട് അയാൾ ആ ഇരിപ്പ് തുടങ്ങിയിട്ട് ഏറെ നേരമായി. ഇത് ഒരൊറ്റപ്പെട്ട സംഭവമല്ല. നമുക്ക് ചുറ്റുപാടും കാണുന്ന ജീവിതത്തിന്റെ ചുട്ടുപൊള്ളുന്ന നേർക്കാഴ്ച. ഇന്ന് ലോകം മുഴുവനും പടരുന്ന ഒരു പകർച്ചവ്യാധിയാണ്. ഒരു കണക്കിന് നിപയേക്കാളും കോവിഡിനേക്കാളും അപകടകാരി, മാരക പ്രഹരശേഷിയുള്ളത് വൈറസും ബാക്ടീരിയകളും നമ്മുടെ ശരീരത്തെ മാത്രമേ ബാധിക്കുകയുള്ളൂ. എന്നാൽ ഇത് മനസ്സിനെയും ശരീരത്തെയും ഒരുപോലെ ബാധിക്കുന്നു. രോഗാണുക്കൾക്ക് അവ എത്രമേൽ അപകടകാരിയായിരുന്നാലും അവർക്ക് ഒരു നിശ്ചിത ലൈഫ് ടൈം ഉണ്ട്. അകലം പാലിച്ചും കണ്ടെയ്ൻമെന്റ് സോണുകൾ ഒരുക്കിയും നാടൊട്ടാകെ ലോക്ക്ഡൌൺ നടപ്പാക്കിയും അവയെ നിയന്ത്രണ വിധേയമാക്കാം. എന്നാൽ ഈ പകർച്ചവ്യാധി ഒരാഗോള പ്രതിഭാസമാണ്. മാത്രമല്ല, ഇതിനുള്ള വാക്സിൻ ഇനിയും കണ്ടുപിടിച്ചിട്ടുമില്ല. വാർദ്ധക്യം ഒരു ശാപമാണെങ്കിൽ ആ ശാപത്തിന്റെ കടുത്ത യാതനയാണ് ഏകാന്തത. നീറുന്ന അവസ്ഥയാണത്. കൺമുന്നിൽ കാണുന്ന മരണത്തിന് നേരെയുള്ള ഒറ്റക്കുള്ള യാത്രയാണത്. ഇന്നലെ നമ്മുടെ അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും നേരിട്ട ഈ ദുരന്തം ഇന്ന് നമ്മുടെ മാതാപിതാക്കൾ അനുഭവിക്കുന്നു. നാളെ ഇത് നമ്മളെയും കാത്തിരിക്കുന്നുണ്ട്. ഏകാന്തത എന്നത് ഒരു അവസ്ഥ മാത്രമല്ല, അവസ്ഥാന്തരം കൂടിയാണ്. സ്ഥിരമായ, ഒഴിഞ്ഞു പോകാത്ത ഒരു ബാധ. ലോകത്തുള്ള വയസ്സായവരെ ബാധിക്കുന്ന ആഴത്തിലുള്ള ഒരവസ്ഥയാണത്. ദേശ, ഭാഷ, ലിംഗ വ്യത്യാസമില്ലാതെ എല്ലാ മുതിർന്ന പൗരന്മാരും ഈ ദുരന്തം നേരിടുന്നുണ്ട്. ആർക്കും ഒരു ഉപകാരവുമില്ലാതെ മറ്റുള്ളവർക്ക് ഭാരമായി ജീവിക്കുകയാണെന്ന് അവർക്ക് തോന്നുന്നു. ആവശ്യമുള്ള സമയത്ത് ആരും അവർക്കില്ലാതെ പോകുന്നു എന്ന തോന്നലും അവരിലുണ്ടാവുന്നു. ഈ അവസ്ഥ അങ്ങേയറ്റം സങ്കടകരവും അപകടകരവുമാണ്. ഏകാന്തത നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമാണ്. ഇത് പല രോഗങ്ങൾക്കും ഇടയാക്കുന്നു. ആങ്സൈറ്റിയും ഡിപ്രഷനും കൂടുന്നു. ഹാർട്ട് അറ്റാക്കും അകാല മരണവും വരെ സംഭവിക്കാനും സാധ്യതയുണ്ടാക്കുന്നു. നമ്മുടെ ലോകം അതിവേഗം മാറിക്കൊണ്ടിരിക്കുകയാണ്. അന്നം തേടിയുള്ള യാത്രയിൽ കുടുംബങ്ങൾ പല രാജ്യങ്ങളിലുമായി വ്യാപിച്ചു കിടക്കുന്നു. സാങ്കേതിക വിദ്യ ചിലതിനെ ബന്ധിപ്പിക്കുമ്പോൾ മറ്റുള്ളവയെ പിന്നിലാക്കുന്നു. ആർക്കും ആരെയും ശ്രദ്ധിക്കാനും നോക്കാനും സമയം കിട്ടുന്നില്ല. സ്വയം വിരമിക്കൽ ജീവിത ലക്ഷ്യവും സാമൂഹിക ബന്ധങ്ങളും നഷ്ടപ്പെടാൻ ഇടയാക്കുന്നു. വർദ്ധിച്ചു വരുന്ന ആരോഗ്യ പ്രശ്നങ്ങൾ ചലനശേഷിയും സ്വാതന്ത്ര്യവും പരിമിതപ്പെടുത്തിയേക്കാം. ഈ ഓട്ടത്തിനിടയിൽ ആർക്കും ആരെയും ശ്രദ്ധിക്കാനോ പരിപാലിക്കാനോ സമയം കിട്ടുന്നില്ല. ഇതിന്റെ കാര്യവും കാരണവും കണ്ടുപിടിച്ചതുകൊണ്ട് യാതൊരു ഫലവുമില്ല. കാരണം ഇതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമല്ല, സമൂഹത്തിലെ മൊത്തം പ്രശ്നമാണിത്. അതുകൊണ്ട് തന്നെ ഈ സാമൂഹ്യ ബാധ്യത ഏറ്റെടുക്കേണ്ടത് നാം ഓരോരുത്തരുടെയും കടമയാണ്. നമ്മുടെ കുടുംബത്തിലുള്ള പ്രായമായവരെ ഇടയ്ക്കിടെ വിളിക്കുകയും അവരെ സന്ദർശിക്കുകയും ചെയ്യുക. അവർ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവരാണെന്ന് അവരെ ബോധ്യപ്പെടുത്തുക. വയോജന കേന്ദ്രങ്ങളിലും വൃദ്ധസദനങ്ങളിലും നിത്യ സന്ദർശകരാവുക. പ്രാദേശിക കേന്ദ്രങ്ങൾക്കും നഴ്സിംഗ് ഹോമുകൾക്കും എപ്പോഴും സഹായം ആവശ്യമാണ്. പ്രായമായ അയൽക്കാരെ സ്നേഹിക്കുക. കഴിവുപോലെ അവരെ സഹായിക്കുക. അതിന് കഴിവില്ലെങ്കിൽ വാക്കുകൊണ്ടെങ്കിലും അവരെ സന്തോഷിപ്പിക്കുക. അവർക്ക് അവസരങ്ങൾ സൃഷ്ടിക്കുക. അണഞ്ഞു പോയെങ്കിലും ഒരു കാലത്ത് ആളിക്കത്തിയവരാണ് അവർ. അന്നത്തെ ആ അഗ്നിനാളം അവരുടെ ഉള്ളിൽ ഇപ്പോഴും ഉണ്ടാവും. ഇതിനെല്ലാം ഉപരിയായി ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവരെ കേൾക്കുക എന്നതാണ്. അവരുടെ ഏറ്റവും വലിയ പരാതിയും ഇത് തന്നെയാണ്.
അവരുടെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പ്രധാന കാരണം അവരെ ആരും കേൾക്കുന്നില്ല എന്ന പരാതിയാണ്. നമ്മുടെ മുതിർന്നവർക്കിടയിലെ ഏകാന്തത അവരുടെ മാത്രം പ്രശ്നമല്ല, അത് നമ്മുടേതു കൂടിയാണ്. ഒരു സമൂഹം എന്ന നിലയിൽ അതിന് പരിഹാരം കാണേണ്ടത് നമ്മുടെ കടമയാണ്. നാളെ നമ്മളും ഈ അവസ്ഥയിലൂടെ കടന്നു പോകേണ്ടവരാണെന്ന് എപ്പോഴും ഓർമ്മിക്കുക. ഒരു കാലത്ത് നമ്മെ പരിചരിച്ചിരുന്ന യുവാക്കളായിരുന്നു അവർ. അവരെയാണ് ഇന്ന് നമ്മൾ പരിചരിക്കേണ്ടതും പരിപാലിക്കേണ്ടതും. നാളെ നമ്മുടെയും അവസ്ഥ ഇതുതന്നെയായിരിക്കും. അവർ നമുക്ക് തന്ന സ്നേഹവും കരുതലും അവർക്ക് തിരിച്ചു നൽകേണ്ട സമയമാണിതെന്ന് നാം എപ്പോഴും ഓർക്കുക. നാം കൊടുത്തു വീട്ടേണ്ട ഒരു കടമായി തന്നെ അതിനെ കാണുക. ഇല്ലെങ്കിൽ കാലം തീർച്ചയായും നമ്മോട് കണക്ക് ചോദിക്കുക തന്നെ ചെയ്യും.